സംസ്ഥാനത്തിന് ഏകദേശം 9,765 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ട്. 5,200 കോടി രൂപയിലധികം കടമെടുപ്പ് പരിധിയില് കുറവും ഉണ്ടായിട്ടുണ്ട്. കിഫ്ബി അടക്കമുള്ള ബജറ്റിന് പുറത്തെ കടമെടുപ്പുകളുടെ പേരിൽ 4,711 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ഇതൊന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പോലും ഉണ്ടായതല്ല, മറിച്ച് സംസ്ഥാനത്തിന്റെ അധികാരപരിധിക്ക് പുറത്തു നിന്നുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെയും വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ്. അപ്പൊ ആവശ്യപ്പെട്ടത് താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് മുൻപുണ്ടായിരുന്ന കടമെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കുക. IGST റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച 965 കോടി രൂപ തിരികെ നൽകുക. ഇനിയുള്ള റിക്കവറി മാറ്റിവെക്കുക. ബജറ്റിന് പുറത്തെ കടമെടുപ്പിൽ വരുത്തിയ 4,711 കോടി രൂപയുടെ വെട്ടിക്കുറക്കൽ അടുത്ത ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് മാറ്റിവെക്കുക. ദേശീയപാതയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനത്തിന്റെ 25% വീതം നൽകുന്നതിനായി 6,000 കോടിയോളം രൂപ നൽകിയത് അത് സംസ്ഥാനത്തിന് ഇരട്ടപ്രഹരമായി വരുന്നു കണക്കാക്കി അത്രയും തുക അധികമായി കടമെടുക്കാൻ അനുവദിക്കുക. അവശ്യ മൂലധന ചെലവ് നിലനിർത്തുന്നതിനായി GSDPയുടെ 0.5% ഏകദേശം 6,650 കോടി രൂപ അധികമായി കടമെടുപ്പിനുള്ള അവസരം ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുക. സംസ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള CAPF കുടിശ്ശിക വേഗത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക. ഇവിടെ കാണേണ്ടത് ഈ ആവശ്യങ്ങളൊന്നും ഏതെങ്കിലും പ്രത്യേക ആനുകൂല്യത്തിനുള്ളതല്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാനും ക്ഷേമ വികസന പരിപാടികൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനുള്ളതുമാണ്. ധനകാര്യമന്ത്രി വളരെ ശ്രദ്ധാപൂർവം അത് കേൾക്കുകയുണ്ടായി. ഗൌരവത്തോടെ പരിഗണിക്കുമെന്നാണ് അവര് ഉറപ്പ് നൽകിയത്. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന്, കേരളത്തിന്റെ തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി പൂർണ്ണമായും കേന്ദ്ര സാമ്പത്തിക പിന്തുണയോടെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്രത്യേക യൂണിറ്റ് അനുവദിക്കും. ഇതിന് കേരളത്തിൽ ഒരു മറൈൻ പോലീസ് ബറ്റാലിയനായും പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ തീരദേശ സുരക്ഷയ്ക്ക് വേണ്ടി മറൈൻ പോലീസായി അവരെ
ഉപയോഗിക്കാൻ കഴിയും വിധമാണ് അത് സ്ഥാപിക്കുക. മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത് ഒരു ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാലയുടെ ഒരു പ്രാദേശിക ക്യാമ്പസ് അനുവദിക്കലായിരുന്നു. അത് കേരളത്തിൽ അനുവദിക്കാമെന്ന് പറഞ്ഞു. എവിടെയെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇക്കാലത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലും സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നുണ്ട്. അപ്പോൾ അവയെ നേരിടുന്നതിനും കേരളത്തിൽ സൈബർ ക്രൈം നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സാമ്പത്തിക സഹായമായി 108 കോടി രൂപ ചോദിച്ചിരുന്നു. ആ 108 കോടി രൂപ അനുവദിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് ശേഷം പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള കൂടുതൽ സഹായത്തിനായി ദുരന്ത നിവാരണ സഹായ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിക്കുകയുണ്ടായി. അത് തുടർന്നും പരിഗണിക്കും എന്ന ഉറപ്പും ഞങ്ങൾ ആ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, LWE ബാധിത ജില്ലകളുടെ പട്ടികയിൽ കണ്ണൂർ, വയനാട് ജില്ലകൾക്ക് സുരക്ഷാ അനുബന്ധ ചെലവ് ആവശ്യമായ സഹായം തുടരും എന്നതും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടത് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹവുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തി നിവേദനവും കൈമാറി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിങ്ങളുമായി പങ്കുവച്ചതാണ്. അതിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കേരളം പരിഹരിച്ച വിഷയങ്ങളും നിർമ്മാണ പുരോഗതി സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ ആശങ്കയും മറ്റു പ്രശ്നങ്ങളും നൽകിയ നിവേദനത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. അതില് ഗഡ്കരി ബഹുമാനപ്പെട്ട മന്ത്രി ദേശീയപാതാ വികസനത്തിൽ കേരള സർക്കാർ എടുക്കുന്ന പ്രത്യേക താൽപര്യത്തെ അഭിനന്ദിക്കുകയുണ്ടായി. കേരളത്തിലെ NH-66 പ്രവൃത്തിയിലെ 16 റീച്ചുകളുടെയും വിശദമായ റിവ്യൂ നടക്കുകയുണ്ടായി. അതില് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ NH-66 മുഴുവൻ റീച്ചുകളും പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നാണ്. അത്തരമൊരു ഉറപ്പ് അദ്ദേഹം നൽകുകയുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മുൻകൈയെടുത്ത് മുഴുവൻ കോൺട്രാക്ടർമാരെയും പങ്കെടുപ്പിച്ച് NHAയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം കേരളത്തിൽ നിന്നുള്ള പൊതുമരാമത്ത് മന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമടക്കം അടങ്ങുന്ന ഒരു ഉന്നതതല യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. അതോടൊപ്പം
ഈ നടക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി നേരിൽ പരിശോധിക്കാൻ കേരളം സന്ദർശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോ പൂർത്തീകരിച്ച റീച്ചുകളുണ്ട്, പൂർത്തീകരിച്ച ഒരു റീച്ചുണ്ട്, ബാക്കി റീച്ചുകൾ പൂർത്തീകരിക്കാൻ പോകുന്നു. ഇപ്പോൾ പൂർത്തീകരിച്ച റീച്ചുകളുടെ ഉദ്ഘാടനം, ഡിസംബറോടെ പൂർത്തീകരിക്കുന്ന റീച്ചുകളുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5 റീച്ചുകൾ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടലിന്റെ ഭാഗമായി അത് കൂടുതൽ റീച്ചുകളായി മാറുന്നുണ്ടെങ്കിൽ പൂർത്തീകരിച്ച റീച്ചുകളുടെ ഉദ്ഘാടനം ജനുവരിയിൽ നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ദേശീയപാതാ വികസനത്തില് സംസ്ഥാനം കാണിക്കുന്ന പ്രത്യേക താൽപര്യം കണക്കിലെടുത്ത് സ്ഥലമേറ്റെടുക്കലിന്റെ ബാക്കി തുക, നമ്മൾ നേരത്തെ നൽകിയ തുകയുടെ ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് അത് ഏകദേശം 237 കോടി രൂപ വരും. അത് ഒഴിവാക്കണം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് എഴുതിത്തള്ളാൻ ആ ആവശ്യം, നമ്മൾ ഉന്നയിച്ച ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായി. ഇതിനു പുറമെ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ പ്രവൃത്തി ഉദ്ഘാടനം ജനുവരിയിൽ നടത്താനാകുമെന്നും പറയുകയുണ്ടായി. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, അത് NH 866 ആണ്. ആ പ്രവൃത്തിയുടെ തുടക്കം കുറിക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം നീക്കി ജനുവരിയിൽ അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാനാകും എന്നാണ് യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പാത NH 744, അതിന്റെ പ്രവൃത്തിക്ക് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അത് നീക്കി പ്രവൃത്തി ഉദ്ഘാടനത്തിന് തയ്യാറാകണമെന്ന് അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് തന്നെ ദേശീയപാത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള NH 744 റോഡ് വൺ ടൈം ഇംപ്രൂവ്മെന്റിൽ പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം ബൈപ്പാസ്, അതിന്റെ പണി ജനുവരിയിൽ തുടങ്ങും. പുനലൂർ ബൈപ്പാസ് പദ്ധതിയുടെ അംഗീകാരം വേഗം ലഭ്യമാക്കാൻ ഇടപെടുമെന്നും എടമൺ കൊല്ലം റോഡിന്റെ പരിഷ്കരിച്ച DPR ഡിസംബറിൽ സമർപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിക്കുകയുണ്ടായി. ഇവർക്ക് പുറമെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി JP നദ്ദയെ കാണുകയുണ്ടായി. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആരോഗ്യമേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ശ്രീ നദ്ദയ്ക്ക് നൽകിയ നിവേദനത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അനുവദിക്കുന്നതിനായി സംസ്ഥാനം നടത്തുന്ന പരിശ്രമങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടായി കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ്. അത് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിനുള്ള അന്തിമ അനുമതി വേഗത്തിലാക്കണമെന്നതാണ് ഉന്നയിച്ചൊരു പ്രധാന ആവശ്യം. ഭൂമി ഇതിനു വേണ്ടത് സംസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു. ഇതുകൂടാതെ മറ്റൊരാവശ്യം കൂടി ഉന്നയിച്ചു.
കേരളത്തിന്റെ സവിശേഷത ജനസംഖ്യാപരമായ ഘടനയെടുത്താൽ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യയാണ്. മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അത് കണക്കിലെടുത്ത് ഒരു ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് ഏജിംഗ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ ആരോഗ്യ ലക്ഷ്യങ്ങൾക്ക് വലിയ സംഭാവന നൽകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മെമ്മോറാണ്ടവും സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നൽകിയ മറുപടി രണ്ട് വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ എയിംസ് സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം നിവേദനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ആവശ്യമായ അനുമതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. പദ്ധതി PMSSYയുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തുക, കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, കണ്ടെത്തിയ ഭൂമിയുടെ സാധ്യതാ പഠനത്തിനായി ഒരു സംഘത്തെ അയക്കുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ജനസംഖ്യാപരമായ ഘടന, സംസ്ഥാനത്തെ ഉയർന്ന സാക്ഷരതാ നിരക്ക്, ശക്തമായ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യ നവീകരണത്തിന്റെ ചരിത്രം, സർക്കാർ സ്വീകരിച്ച നടപടികൾ, ഇവയെല്ലാം ചേർന്ന് വയോജന ഗവേഷണം, പരിചരണം, നയം എന്നിവയ്ക്കായി ഒരു ലോകോത്തര കേന്ദ്രം സ്ഥാപിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം കേരളമാണ്. അതുകൊണ്ട് ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് ഏജിംഗ് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകണമെന്നും കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യം, അന്തസ്സ്, ജീവനിലവാരം ഇവ മെച്ചപ്പെടുത്തിക്കൊണ്ട് വയോജന പരിചരണത്തിലും ആരോഗ്യകരമായ വാർദ്ധക്യത്തിലുമുള്ള ഗവേഷണം, നവീകരണം, നയം, സേവന വിതരണം ഇവയിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്രമായി ആ സ്ഥാപനത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ പ്രായമാകുന്ന ജനവിഭാഗത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കാനും ഇന്ത്യക്കും സമാനമായ ജനസംഖ്യാപരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന മറ്റു രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി വർത്തിക്കാനും ഇതിലൂടെ സാധിക്കും. ഈ രണ്ട് സ്ഥാപനങ്ങളും പരസ്പര പൂരകങ്ങളായിരിക്കും. എയിംസ് തൃതീയ തലത്തിലുള്ള പരിചരണ മികവും മെഡിക്കൽ വിദ്യാഭ്യാസവും നൽകും. അതോടൊപ്പം ജെറിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനസംഖ്യാപരമായ വെല്ലുവിളികളിൽ ഒന്നിനെ പ്രത്യേക ഗവേഷണത്തിലൂടെയും പരിചരണ മാതൃകകളിലൂടെയും അഭിസംബോധന ചെയ്യും.
സംസ്ഥാനത്തിന്റെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങളോട് ഇതേവരെയുള്ള അനുഭവം വലിയ പരിഗണന കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിന്റെ ഗൌരവം വിശദീകരിക്കുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും പ്രതികരണം ആരോഗ്യകരമായിരുന്നു, അനുഭാവത്തോടെയുള്ളതുമായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. കോഴിക്കോട് ആണ് എയിംസ് എന്നുള്ള കാര്യത്തിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ വേണം, അതേപോലെ തന്നെ ആലപ്പുഴ വേണം എന്നുള്ള ഈ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കോഴിക്കോടേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാമത്തത് ഈ വയനാട് ഫണ്ട് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഫോളോ ഉണ്ടാകും. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങൾ വളരെയധികം തുക അനുവദിക്കുകയും കേരളം ആവശ്യപ്പെട്ടതിൽ 11% പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ കോഴിക്കോട് വേണമെന്നതൊരു പ്രത്യേക താല്പര്യത്തിന്റെ പ്രശ്നമല്ല. കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത്. ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. ഇനി അത് പരിശോധിച്ച് കൂടുതൽ എന്തെങ്കിലും വേണ്ടതുണ്ടോ അതും നൽകാൻ സന്നദ്ധമാണ്. ഒരു പ്രയാസവും അതിലുണ്ടാവില്ല. അതാണ് അതിൽ കാണേണ്ടത്. ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ വയനാട്ടിലെ സഹകരണ സംബന്ധിച്ച് തുടർ ചർച്ചകളുണ്ട്. അത് ഏതിനും കാരണം 2221 കോടി നമ്മൾ ആവശ്യപ്പെട്ടു, 260 കോടി രൂപ ലഭിച്ചു. അതിനുശേഷമുള്ള എന്തായിരിക്കും തുടർ നടപടികൾ? അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ പ്രശ്നം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാൻ കാരണം. അത് പ്രധാനമന്ത്രിയുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് പരിഗണിക്കാം എന്ന് തന്നെയാണ്. അപ്പൊ അത് നല്ല പ്രതികരണമായിട്ടാണ് തോന്നിയത്. നമ്മളെപ്പോഴും പ്രതീക്ഷ കൈവിടാൻ പാടില്ലല്ലോ. ഇതിന് മുൻപ് അല്ല, എന്റെ തീരട്ടെ, മുൻപ് നിരാശയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രതീക്ഷയോടുകൂടിയല്ലേ നമ്മൾ വീണ്ടും വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കുക. ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മുമ്പ് സംസ്ഥാന ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ കേരളത്തിന്റെ ആവശ്യം കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു പിഴവ് വന്നുകൊണ്ടാണ് ഈ തുക കുറഞ്ഞു പോയി കരുതുന്നത്. എവിടുന്ന് കിട്ടുന്ന വിവരം വെച്ചിട്ടാ പറയുന്നത്? എവിടുന്ന് കിട്ടുന്ന വിവരം വെച്ചാ പറയുന്നത്? നമ്മൾ എല്ലാറ്റിനും കുറ്റം കാണാൻ വേണ്ടി പുറപ്പെടുന്നത് കേട്ടോ. നമ്മളെല്ലാരും കൂടി ആവശ്യപ്പെട്ട ആവശ്യം അത് അംഗീകരിക്കാത്തത്, അതാണ് ഇതിൽ പറ്റിയിട്ടുള്ള വീഴ്ച. അതിൽ അവതരിപ്പിക്കുന്നതിന് എന്തെങ്കിലും വീഴ്ച പറ്റിയതാണ്. കണ്ണൂര്, വയനാട് അടക്കമുള്ള ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു അഭിപ്രായ വ്യത്യാസം കേരളത്തിനിടയിൽ? അഭിപ്രായ വ്യത്യാസമല്ല, അത് അവിടുത്തെ സ്ഥിതിഗതിയിൽ ഇപ്പോൾ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതിയുടെ ഭാഗമായി ഇനി മറ്റ് സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഈ കിടക്കുന്ന കാടിന്റെ കിടപ്പും ഭൂമിശാസ്ത്രപരമായ കിടപ്പുമൊക്കെ പരിഗണിക്കുമ്പോൾ അത് തുറന്നും സഹായിക്കേണ്ടത് തന്നെയാണെന്നാണ് കാണുന്നത്. മറ്റു അഭിപ്രായ വ്യത്യാസത്തിനില്ല. അതില് സാധാരണഗതിയിൽ ഇവര് പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫണ്ട് കൊടുക്കാറില്ല. പക്ഷെ കേരളം വീണ്ടും ഫണ്ട് ചോദിച്ചത് അവിടെ ഇനിയും ലെഫ്റ്റ് വിംഗ് എക്സ്ട്രീമിസത്തിന്റെ ഭീഷണി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ണൂരും വയനാടും എന്ന് പറയുന്നത് കണ്ണൂർ വയനാട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയല്ലോ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാടുകളുണ്ടല്ലോ, ആ കാടുകളിലൂടെയാണല്ലോ ഇവർ പലപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെയുള്ള എക്സ്ട്രീമിസ്റ്റ് അല്ലല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു സാധ്യത ഇപ്പോഴും നിലവിലില്ലേ എന്നതാണ് സംശയിക്കുന്നത്. അതാണ് പ്രശ്നം. അങ്ങയുടെ വിദേശ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിച്ചില്ല എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് ഈ ചർച്ചകളിൽ എവിടെയെങ്കിലും? എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയല്ലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. ഓ, ഏത് അല്ല, ഈ ചർച്ചയിൽ ഞങ്ങൾ നിവേദനമായിട്ട് കൊടുത്തിട്ടില്ല. ആ പ്രതീക്ഷയുണ്ട്.
അല്ല, അത് അങ്ങനെയൊരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ വ്യക്തമാക്കട്ടെ. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. നിഷേധിച്ചതായിട്ടുള്ള അറിവില്ല അല്ലേ? അനുമതി ലഭിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. നിഷേധിച്ചതായിട്ട് അറിയിച്ചു. കേരളം സംസ്ഥാനം എന്ന നിലയിലും CM എന്ന നിലയിലും കേന്ദ്രത്തോട് പലപ്പോഴും പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ നിലപാട് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അങ്ങ് പറയുകയും ചെയ്തു. പക്ഷെ പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിന്റെ അങ്ങനെ നിരസിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ശക്തി പോരാ പ്രതിഷേധത്തിന് എന്നൊരു അഭിപ്രായം വിമർശനം പ്രതിപക്ഷത്തു നിന്ന് തന്നെയുണ്ട്. എന്താണ് അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്? ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തും. അതിന്റെ അർത്ഥം ഇനി ആവശ്യം അംഗീകരിക്കാത്തവരുമായിട്ട് ബന്ധപ്പെടില്ല എന്നുള്ളതല്ല. ഇത് കേന്ദ്രവും സംസ്ഥാനവുമാണല്ലോ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടു പോകേണ്ടതാണ്. അതിന്റെ ഭാഗമായി കേന്ദ്രത്തെ വീണ്ടും നമുക്ക് സമീപിക്കേണ്ടതായിട്ട് വരും. വീണ്ടും സമീപിക്കും. ആ സമീപിക്കൽ എല്ലാ ഘട്ടത്തിലും നടക്കും. ഞാൻ പരസ്യമായിട്ട് ഇത് പറയാറുണ്ടല്ലോ. അതൊരു ആദ്യത്തെ കാര്യമല്ല. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ കോഴിക്കോട് എന്ന നിലപാടിൽ ഉറച്ചു പോവാണ് ഇപ്പോഴും CM പല ആവർത്തി പറയുന്നത്. അപ്പോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴ സ്ഥലം തന്നാലേ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നാണ്. ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത്. അല്ല, അതിലൊന്നും പ്രതികരിക്കാതിരിക്കാനാ നല്ലത്. ശരി. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ IGSTയുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഉറപ്പിനപ്പുറത്ത് കിടന്നത് കൃത്യമായി ഒരു പ്രതികരണം ഇത്തവണ ഉണ്ടായ വളരെ പോസിറ്റീവാണോ? എനിക്ക് തോന്നുന്നത് കുറച്ച് പോസിറ്റീവായൊരു പ്രതികരണമാണെന്നാണ്. അത് ആ അഭിപ്രായം തന്നെയാണ് ധനമന്ത്രിക്കുള്ളത്. എയിംസുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയത്തിൽ നിന്നാണ് ഇനി നടപടി ഉണ്ടാവുകയെന്ന് പറഞ്ഞു CM. അപ്പൊ ആ ഒരു സംഭവം നിർമ്മല സീതാരാമനായിട്ട് ചർച്ച ചെയ്തു. ഇല്ല, നിർമ്മല സീതാരാമനായിട്ട് ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. മാവോയിസ്റ്റ് ഫണ്ടിന്റെ കാര്യം സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ CPIMന്റെ ദേശീയ തലത്തിലുള്ള നിലപാട് ഡയലോഗിലൂടെ മാവോയിസ്റ്റ് പ്രശ്നം തീർക്കണം എന്നുള്ളതല്ലേ? അതേ ലൈൻ തന്നെയല്ലേ? ഡയലോഗ് നല്ലോണം നടത്താമല്ലോ. അതിനെന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല. ഫണ്ട് വേറെ, ഡയലോഗ് വേറെ. അത് പ്രശ്നമൊന്നുമില്ല. ഗുരുതരമായ മറ്റു വിഷയം, ഗുരുതരമായ ക്രമക്കേട് ശബരിമലയിൽ നടന്നിട്ടുണ്ടെന്നിട്ടുള്ള ഇന്നിപ്പോ കോടതിയുടെ പരിഗണനയിൽ വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. 400-ലധികം ഗ്രാം സ്വർണ്ണത്തിൽ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്? അല്ല, അതില് വേറെ പ്രശ്നങ്ങളില്ലല്ലോ. അവിടെ എന്താണോ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നത്, അതിന്റെ മേലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഹൈക്കോടതി തന്നെ അവരുടെ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു നിലപാട് ഹൈക്കോടതി എടുത്തപ്പോൾ തന്നെ അതില് ഗവൺമെന്റ് ആവശ്യമായ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ മുന്നിൽ ഏതു തരത്തിലുള്ള അന്വേഷണം വന്നതിനെ പറ്റിയും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും അവര് വ്യക്തമായ അഭിപ്രായവും രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി മറ്റു പ്രശ്നങ്ങളില്ല. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. ബോർഡിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ബോർഡിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇതിനകത്ത് ഉദ്യോഗസ്ഥരുടെ നടപടികൾ വരുന്നുണ്ട്, പക്ഷെ ബോർഡിന് ആത്യന്തികമായിട്ട് വീഴ്ച വന്നിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ആർക്ക് വീഴ്ചയുണ്ട് ആർക്ക് വീഴ്ചയില്ല എന്നുള്ളത് ഇപ്പോ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കേണ്ട കാര്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായി ആർക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക തന്നെ ചെയ്യും. ആ കണ്ടെത്തിയാൽ അതനുസരിച്ചുള്ള നടപടികളും സ്വീകരിക്കും. എന്നാൽ വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല. 2017 മുതൽ ഈ ഗൂഢാലോചന ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടുന്ന് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ഒരു വ്യവസായിക്ക് വിറ്റു എന്നതൊക്കെയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതൊന്നും അറിയാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇത്തരം കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ ശ്രദ്ധയിൽപ്പെടുന്നത്?
അതും ഒരു വിചിത്രമായ കാര്യമാണല്ലോ. അതും നമ്മൾ നോക്കണല്ലോ. രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഇപ്പൊ പറയുന്ന ഒരു ആളുണ്ടല്ലോ, ഒരു പോറ്റി. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. ആ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ടാണ് ദേവസ്വം വിജിലൻസ് ആ കാര്യത്തിൽ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. ആ അന്വേഷണം എത്തിച്ചേർന്നത് എവിടെയാ? അവിടെ ഉള്ള ഒരു പീഠം, പീഠത്തിന് എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. ആ പീഠം അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അത് ഈ പറയുന്ന പോറ്റിയുടെ ഒരു ബന്ധുഗൃഹത്തിലെത്തിയിരിക്കുന്നു. അപ്പോ ഏതോ ഒരു വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്. ആ ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ആ പോറ്റിയുടെ ബന്ധുഗൃഹത്തിൽ നിന്ന് ഈ കാണാതായ പീഠം കണ്ടെത്തിയതോടെ ആ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ കുറിച്ച് അത്ര കണ്ട് പുറത്തു വരരുത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത്. ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം, ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, ആരൊക്കെ പുറമേ നിന്ന് സഹായിച്ചിട്ടുണ്ട്, പുറമേ നിന്നുള്ള പങ്കാളിത്തം ആർക്കൊക്കെയുണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ എത്തപ്പെടും. അത് വരെ കാക്കാം നമുക്ക്. സ്വർണ്ണപ്പാടി വിഷയത്തില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ ഇടപെടലിനെ അട്ടിമറിക്കാനാണ് കേന്ദ്ര ED ആക്കിയതെന്നും അത് കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേക്കുറിച്ച് എന്താ? മനസ്സിലായില്ല. അതെ, സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ED ഇറക്കി സിനിമാ നടന്മാരുടെയൊക്കെ വീടുകളിൽ റെയ്ഡെത്തി ശ്രദ്ധ മാറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. അല്ല, ഇതേ ബഹുമാന്യ വ്യക്തിയാണ് നേരത്തെ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ പോരാ എന്ന് പറഞ്ഞത്. അതെന്തായിരുന്നു അങ്ങനെ പറയാൻ കാരണം? എന്ത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ പവിത്രമായ ഏജൻസി CBI ആയിരുന്നു. CBI അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം എന്ന ആവശ്യം പിന്നെ മാറി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ കിഴക്ക് അവരിടയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവരുടെ പല നേതാക്കന്മാരും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ പരുവത്തിലാണല്ലോ. കേന്ദ്ര ഏജൻസിയുമായിട്ട് ഒത്തുകളിക്കുന്ന നിലയാണല്ലോ കേരളത്തിലെ കോൺഗ്രസുകാർ സ്വീകരിക്കാറ്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന വന്നത്. അപ്പോൾ അവരെ പാർട്ടിക്കകത്ത് ചിലപ്പോൾ അത് പ്രശ്നമായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും മറിച്ച് ഒരു വാദഗതി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടാകുക. ഞങ്ങള് EDയുടെ കാര്യം വരുമ്പോൾ EDയുടെ കാര്യം പറയും, ഈ കാര്യം വരുമ്പോൾ ഈ കാര്യം പറയും. ഇതില് കൃത്യമായ അന്വേഷണം നടക്കുകയാണ്.